ബ്രെഡ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, കറിവേപ്പില, മല്ലിയില, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഞാനിപ്പോൾ ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പച്ചമുളക് കൂടെ ഫസ്റ്റ് സവാള വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള പെട്ടെന്ന് വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോഴാണ് കേട്ടോ പച്ചമുളക് ചേർത്തത്. ഞാൻ ഫസ്റ്റ് തന്നെ സവാള വഴറ്റുമ്പോൾ തന്നെ ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ എണ്ണയൊക്കെ ഒന്ന് കിനിഞ്ഞ് വരുന്നത് വരെ വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് വേവിച്ചെടുത്തിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. ചിക്കൻ ഇതേപോലെ നന്നായിട്ട് പിച്ചിയെടുത്ത ശേഷം അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാനാവുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഒന്ന് ആവി കയറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് അങ്ങനെ ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡ് ഒന്ന് റെഡിയായി വരുമ്പോഴേക്ക് നമുക്കൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നന്നായിട്ട് ആവി കയറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പരത്തിയെടുക്കണം. ഈ ഒരു ചൂടിൽ തന്നെ ചെയ്യാം കേട്ടോ. ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇതേപോലെ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ ചിക്കൻ്റെ, അത് വെച്ച് കൊടുക്കാം കേട്ടോ. അത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതേപോലെ ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയിൽ നിന്ന് ഇതേപോലെ ബ്രെഡിൻ്റെ സൈഡിലൊക്കെ ആക്കി കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഒട്ടി നിന്നോളും. ഇതേപോലെ 3 സൈഡും നന്നായിട്ട് മുട്ട തേച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതേപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയിൽ ബ്രെഡ് ഒന്ന് മുക്കിയെടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഇത്ര പണിയുള്ളൂ കേട്ടോ. നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ബ്രെഡൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന അറിയില്ല, അത്രയും ടേസ്റ്റാണ് കേട്ടോ. കഴിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ട് തോന്നും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം.